ചരിത്രത്തിന്റെ ഏത് ഘട്ടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? ഈ കാലത്ത് നമുക്കിടയിൽ ജീവിച്ച ഏറ്റവും വലിയ നേതാവ്, കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴിതാ നമുക്കിടയിൽ നിന്നും എന്നേക്കുമായി യാത്രയാവുകയാണ്. VS എവിടേക്കാണ് പോകുന്നത്? ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ വലിയ സ്മരണകൾ ഇരമ്പുന്നുണ്ട്. അവിടെ ഒരു വലിയ കടൽ തന്നെ ആർത്തിരമ്പുന്നുണ്ട്. അവിടെ പുന്നപ്ര വയലാറിന്റെ സ്മരണകൾ നമുക്കറിയാം. ദിവാൻ ഭരണത്തിനെതിരെ, ജന്മിത്വത്തിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ വലിയ പോരാട്ടം നടത്തി ഒടുവിൽ ജീവൻ ബലിയഴിച്ച രക്തസാക്ഷികളുടെ മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ യാത്രയാവുകയാണ്. VSനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൈപിടിച്ച് നടത്തിച്ച P കൃഷ്ണപിള്ള അവിടെയുണ്ട്. കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന KR ഗൗരിയമ്മ അവിടെയുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് VSും യാത്രയാവുകയാണ്. VS നമുക്കറിയാം, ഈ കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയം, സമരങ്ങളുടെ രാഷ്ട്രീയം, ശരിയുടെ രാഷ്ട്രീയം, നീതിയുടെ രാഷ്ട്രീയം ഈ തലമുറയെ പഠിപ്പിച്ച നേതാവാണ്. ആലപ്പുഴയിൽ ഒരുപാട് സമരങ്ങൾ നടന്നു. കേരളത്തിന്റെ പല മേഖലകളിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഗ്രാമ നഗര ഭേദമന്യേ ഒട്ടേറെ സമരങ്ങൾ, ജനകീയ ചെറുത്തുനിൽപ്പുകൾ, പോരാട്ടങ്ങൾ ഇവയെല്ലാം അരങ്ങേറി. അത്തരം സമരങ്ങൾക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് ഈ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് വിവിധങ്ങളായ തലമുറയോട് പറഞ്ഞു പഠിപ്പിച്ച് തന്റെ ജീവിതം കൊണ്ട് വഴികാട്ടിയായി നിന്ന രാഷ്ട്രീയ നേതാവ്, ഏറ്റവും വലിപ്പമുള്ള രാഷ്ട്രീയ നേതാവ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുണ്ട്, അംബേദ്കർ ഉണ്ട്, കാൾ മാർക്സ് ഉണ്ട്, ലെനിനുണ്ട്, മാർട്ടിൻ ലൂതർ കിങ് ഉണ്ട്, നെൽസൺ മണ്ടേലയുണ്ട്. അതുപോലെ അത്രമേൽ വലിപ്പമുള്ള ഒരു നേതാവ് നമുക്കിടയിലും ഉണ്ടായിരുന്നുവെന്ന് വെറും കാലത്തോട് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ നമുക്കുള്ള പേരാണ് VS അച്യുതാനന്ദൻ. ആ പേരിന്റെ അർത്ഥത്തെ, ആ രാഷ്ട്രീയത്തെ തന്റെ ജീവിതം കൊണ്ട് അത്രമേൽ അന്വർത്ഥമാക്കിക്കൊണ്ട് നമുക്കിടയിൽ നിന്നും VS അച്യുതാനന്ദൻ യാത്രയാവുകയാണ്. ആലപ്പുഴയിൽ സമരങ്ങൾ ഉയർന്നു. അവിടെ തൊഴിലാളികളോട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒരു ജനതയെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അകല മലഞ്ചെരുവുകളിൽ ഹരിത കിരീടം ചാർത്തും തൊഴിലാളിക്കൊരു പിടി മണ്ണ് വേണമെന്ന് ഒരു ജനതയോട് പറഞ്ഞു പഠിപ്പിച്ചു. അവരത് ചോദിക്കുമ്പോൾ നിറതോക്ക് ചൂണ്ടിയാൽ അരിവാളിത്തുമ്പിലെ തിരിച്ചുവെക്കുമെന്ന് ഒരു ജനതയോട് വീണ്ടും വീണ്ടും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആ നേതാവ് നമുക്കിടയിൽ സമരങ്ങളുടെ ശരിയായി എല്ലാ കാലത്തും നിലകൊണ്ടു. ആ നേതാവ് എവിടെയെല്ലാം എത്തിയോ, പ്രസംഗിക്കാൻ VS അച്യുതാനന്ദൻ എവിടെയെല്ലാം എത്തിയോ, പോരാട്ടങ്ങളിൽ VS അച്യുതാനന്ദൻ എവിടെയെല്ലാം എത്തിയോ, അവിടേക്കെല്ലാം ജനലക്ഷങ്ങൾ ആർത്തിരമ്പി ഒഴുകി വന്നിരുന്നു. അവർക്ക് VSനെ ഒരു നോക്ക് കണ്ടാൽ മതിയായിരുന്നു. VSന്റെ ചാട്ടുളി പ്രസംഗങ്ങൾക്ക് ഒരു നേരം കാതോർത്തിരുന്നാൽ മതിയായിരുന്നു. അതിനുവേണ്ടി VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങ് ദൂരങ്ങളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലെ മൈതാനങ്ങളിലേക്ക് ജനലക്ഷങ്ങൾ ആർത്തിരമ്പിയിട്ടുണ്ട്. ലോറിയിൽ പിടിച്ചു തൂങ്ങി, ജീപ്പിലേറി, ട്രെയിനിലേറി, ബസ്സിലേറി കേരളത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് VS പ്രസംഗിക്കാനെത്തുന്ന മൈതാനങ്ങളിലേക്ക് ജനലക്ഷങ്ങൾ ആർത്തിരമ്പി വരുന്ന കാഴ്ച നമ്മൾ അനേകം തവണ കണ്ടിട്ടുണ്ട്. അതുപോലൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ട നേതാവിനെ, VS അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കേരളത്തിന്റെ പല നാടുകളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന്, പിന്നോക്ക ഗ്രാമങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയിരമ്പിയെത്തുകയാണ്. ഈ മഴ അവർക്ക് പ്രശ്നമല്ല, ഈ കാലാവസ്ഥ അവർക്ക് പ്രശ്നമല്ല, ജനത്തിരക്കോ ട്രാഫിക് ജാമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. VSന് അവസാനമായി ഒരു നോക്ക് കാണണം. ആ സഖാവിനെ, ആ ധീര സഖാവിനെ അവസാനമായി യാത്രയാക്കണം. അതിനുവേണ്ടി കേരളത്തിന്റെ പല മേഖലകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകുകയാണ്. വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയത്തിനകം VS യാത്രയാകും. സ്മരണകൾ ഇരുമ്പുന്ന ഒരുപാട് പോരാട്ടങ്ങളുടെ ചരിത്രം അവശേഷിക്കുന്ന ആ മണ്ണിൽ തങ്കലിപികളാൽ ചേർക്കപ്പെടുന്ന ഒരു നാമമായി VS അച്യുതാനന്ദൻ എന്ന പേര് അധികം വൈകാതെ മാറി